ഒരുപക്ഷെ ഏകാധിപത്യങ്ങളോട് ഇത്രയും വേഗത്തിൽ കീഴടങ്ങിയ മറ്റൊരു വർഗം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഞാൻ വിമർശനാത്മകമായി തന്നെയാണ് പറയുന്നത്. ഞാൻ അടക്കമുള്ളവരെയാണ് പറയുന്നത്. തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ച മാധ്യമ സെമിനാറിൽ പങ്കെടുത്ത് CPIM നേതാവും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായി MV നികേഷ് കുമാർ സംസാരിച്ച വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറയുകയാണ്, ഏകാധിപതികളോട് എത്രയും പെട്ടെന്ന് കീഴ്പ്പെട്ട വർഗം മാധ്യമപ്രവർത്തകർ മാത്രമായിരിക്കും. സ്വയം വിമർശന നിലയിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വളരെ ഗുരുതരമായ കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊന്ന് കേൾക്കാം. അതുപോലെ മാധ്യമങ്ങളുടെ വർത്തമാനം എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിലെ വർത്തമാനം എന്ന് പറയുന്നത് അതങ്ങനെ ചുരുക്കം വാക്കുകളിലൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ല. എപ്പോഴും സെമിനാറുകളിലും മാധ്യമ വർത്തമാനങ്ങളിലും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 92 നമ്മൾ 2014 2014 നിന്ന് ഇപ്പോ 10 വർഷം കഴിയുമ്പോഴേക്കും നരേന്ദ്രമോദിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇപ്പോൾ പെടാപ്പാടുപെടുന്ന കാലഘട്ടത്തിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ 3 കാലഘട്ടം നമ്മൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായി മാധ്യമങ്ങൾ, പിന്നീട് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾ, ഇപ്പോ മാധ്യമങ്ങൾ തന്നെ നേരിട്ട് രാജ്യം ഭരിക്കുന്ന അവസ്ഥ, അതായത് മാധ്യമ മുതലാളിമാർ തന്നെ നേരിട്ട് രാജ്യം ഭരിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, അമേരിക്കയിൽ നോക്കിയാൽ ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുത്തത് $374,000 കോടി രൂപയ്ക്കാണ്, $400 ബില്യൺ. അത്രയധികം പണം ചെലവഴിച്ച് ട്വിറ്റർ പോലുള്ള ഒരു മൈക്രോ ബ്ലോഗർ ഏറ്റെടുക്കുന്ന ഇലോൺ മസ്കിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോ അവരുടെ ഭരണപരിഷ്കരണ കമ്മീഷന്റെ നേതാവായിട്ട് ട്വിറ്റർ വരുന്നു. അമേരിക്ക ഫസ്റ്റ് എന്ന പദ്ധതിയുടെ മുന്നണിയിൽ ഇലോൺ മസ്ക് ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് വയോധികനായ ട്രംപ് അല്ല അമേരിക്ക ഭരിക്കാൻ പോകുന്നത്, ഇലോൺ മസ്ക് ആണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അമേരിക്കയിലെ ഇലോൺ മസ്ക് ആണ് ഇന്ത്യയിലെ അദാനി എന്ന് പറയുന്നത്. ഈ മഹാരാഷ്ട്ര ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് അജിത് പവാർ പറഞ്ഞത്, ഉദ്ധവ് ഠാക്കറെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഉദ്ധവ് ഠാക്കറെ സർക്കാരിനെ പുറത്താക്കുന്നതിന് വേണ്ടി അദാനിയുടെ വീട്ടിൽ അദാനിയുടെ സാന്നിധ്യത്തിലാണ് ഞങ്ങൾ യോഗം ചേർന്നത് എന്ന്. മുന്ദ്ര തുറമുഖം അടക്കമുള്ള കാര്യങ്ങൾ, 7,500,000 കിലോമീറ്ററുള്ള ഇന്ത്യൻ തീരങ്ങളിൽ ഓരോ 500 കിലോമീറ്ററിലും അദാനിക്ക് തുറമുഖങ്ങളുണ്ട്. 7 വിമാനത്താവളങ്ങൾ അദാനിയുടെ കയ്യിലുണ്ട്. ഇന്നിപ്പോ 72 ടെലിവിഷൻ ചാനലുകൾ അംബാനിയുടെ കയ്യിലുണ്ട്. NDTVയും ക്യൂറ്റിനെയും ഹോസ്റ്റൽ ടേക്ക് ഓവറിലൂടെ ഏറ്റെടുത്തതിലൂടെ അദാനി അംബാനിയോടൊപ്പം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേരിട്ട്, അതായത് ഒരു ഘട്ടത്തിൽ കോർപ്പറേറ്റുകൾ മാധ്യമങ്ങളിൽ നിക്ഷേപം നടത്തി കോർപ്പറേറ്റ് കോൺഗ്ലോമറേറ്റിന്റെ ഭാഗമായെങ്കിൽ, രണ്ടാം ഘട്ടത്തിൽ ചങ്ങാത്ത മുതലാളിത്ത ഘട്ടത്തിൽ പൂർണ്ണമായും മാധ്യമങ്ങൾ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ മുതലാളിമാരുടെ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മുതലാളിമാർ നേരിട്ട് ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതാണ് മാധ്യമങ്ങളുടെ വർത്തമാനം. ഒരുപക്ഷെ ഏകാധിപത്യങ്ങളോട് ഇത്രയും വേഗത്തിൽ കീഴടങ്ങിയ മറ്റൊരു വർഗം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഞാൻ വിമർശനാത്മകമായി തന്നെയാണ് പറയുന്നത്. ഞാൻ അടക്കമുള്ളവരെയാണ് പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിശകലനം ചെയ്താൽ രാഷ്ട്രീയക്കാർ ധൈര്യപൂർവ്വം ജയിലിൽ പോകാൻ തയ്യാറായിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ പൊരുതാൻ തയ്യാറായിരുന്നു. ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി അവർ നിലകൊണ്ടിരുന്നു. പക്ഷേ മാധ്യമ പ്രവർത്തകർ ഒരുപക്ഷെ സുഖലോലുപതയുടെ പേരിലാണോ എന്ന കാര്യത്തിൽ പോലും എനിക്ക് സംശയമുണ്ട്. അവർക്ക് ഏറ്റുമുട്ടാൻ വയറിനെ, ലോണ്ടറിയെ, അതുപോലെ തന്നെ ന്യൂസ് മിനിറ്റിനെ അല്ലെങ്കിൽ പ്രബീർ ഫുക്കായസ്തി ഒന്നും മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. മുഖ്യധാര മാധ്യമങ്ങൾ, അച്ചടി ടെലിവിഷൻ മാധ്യമങ്ങൾ പൂർണ്ണമായും കീഴടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഇത്ര വേഗത്തിൽ ഏകാധിപത്യങ്ങളോട് കീഴടങ്ങിയ മറ്റൊരു വർഗം ലോക ചരിത്രത്തിലില്ല. 2024 പഠന വിധേയമാക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ 2014 മുതൽ 2014 വരെയുള്ള കാലഘട്ടം പഠന വിധേയമാക്കേണ്ടത് എന്ന് ചുരുക്കം വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് CPIM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ അടുത്ത വർഷം നടക്കാനിരിക്കുകയാണ്. ഏപ്രിൽ മാസത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ 38,426 ബ്രാഞ്ച് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ലോക്കൽ ഏരിയകൾ പൂർത്തിയായിരിക്കുന്നു. തിരുവനന്തപുരം ഇപ്പോ ജില്ലാ സമ്മേളനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇത്രയും ജനാധിപത്യപരമായ ഉള്ളടക്കത്തോടു കൂടി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയിലോ കേരളത്തിലോ എന്നല്ല, ലോകത്ത് തന്നെ അത്ഭുതമായി തന്നെ നമ്മൾ കാണണം. ഈ സമ്മേളനത്തിന്
അടുത്ത 3 വർഷം ഇന്ത്യ രാഷ്ട്രീയമായി നയപരമായി എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നത് സംബന്ധിച്ച് ആലോചിക്കുന്ന ഈ സമ്മേളനത്തിന് എന്റെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്തു. നന്ദി, നമസ്കാരം.